എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വൈറ്റിലുള്ള ഡെക്കാത്തലോണിലാണ്. നമ്മളെന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടെൻറ്റ് വാങ്ങിക്കണം. നമുക്കൊരു എവിടെയെങ്കിലും പോയി കുറച്ച് പുതിയ പുതിയ വീഡിയോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെൻറ്റ് എടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് ടെൻറ്റിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കി സെറ്റ് ചെയ്യാം. നമ്മുടെ റൂബൻ ബ്രോ നമുക്ക് ഡെക്കാത്തലോൺ ഷോപ്പിംഗ് ആപ്പിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഡിക്കാത്തലോൺ ഷോപ്പിംഗ് ആപ്പിൽ നമുക്കിപ്പോൾ ക്യൂവിൽ നിൽക്കാതെ തന്നെ പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് സ്കാൻ ചെയ്ത് ഈ പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫീച്ചേഴ്സ് എല്ലാം ഇവിടെ കാണാം. പ്ലസ് ഇത് ആഡ് ടു ബാഗ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർട്ടിലേക്ക് ആഡായി നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പേയ്മെൻറ്റ് എടുത്താം. അതാകുമ്പോൾ ക്യൂവിൽ നിന്ന് സമയം കളയേണ്ട. നമ്മളിപ്പോൾ കൊറോണ കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓഫറും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഹോം പേജിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നമുക്കിപ്പോൾ ഇത്രയധികം പ്രോഡക്റ്റ്സ് ഉള്ള കാരണം കസ്റ്റമേഴ്സിന് കൺഫ്യൂഷൻ ആയിരിക്കും എവിടെയാണ് ഓഫറുള്ള പ്രോഡക്റ്റ്സ് കിട്ടുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ അറിയാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആപ്പ് ഉണ്ടല്ലോ, ഈ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ബില്ലടയ്ക്കാനായിട്ട് ക്യൂവും കാര്യങ്ങളൊന്നും നിൽക്കുമൊന്നും വേണ്ട. അപ്പോൾ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷോപ്പിംഗ് നമുക്ക് കുറച്ചുകൂടെ ഈസി ആക്കാം. അപ്പോൾ ടെൻറ്റ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. 4ാമത്തെ റോയിലാണ് ടെൻറ്റിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എവിടെയാണ് കാണാനുള്ളല്ലോ. എവിടെയാണെന്ന് തോന്നുന്നു. അവിടെ ടെൻറ്റിൻ്റെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഈ സൈഡിലാണ് ഇരിക്കുന്നത്. ഇവിടെ തന്നെയുണ്ട്. അതാണ് നമ്മൾ നോക്കി വന്ന ടെൻറ്റ്. ഈ മോഡൽ, ഈ സെയിം മോഡൽ തന്നെയാണെന്ന് തോന്നുന്നു. ഇതേതാ നോക്കാം, അതിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇത് ഈ സാധനം തന്നെ. ഇതാണ് നമ്മൾ ബോട്ട്, ഇതാണ് നമ്മൾ നോക്കിയിട്ട് വന്ന സാധനം. 1999 3 പേരുടെയാണ്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡൊക്കെ എൻ്റെ കൂടെ ഫ്രീ ഉള്ളതാണോ? അപ്പം നമ്മൾ ടെൻ്റ് എടുത്തിട്ടുണ്ട്. അവരോടൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുമെന്ന് വെച്ചപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര റഷാണ്. അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനിപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് പുറത്ത് പോയിട്ട് നമുക്ക് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്താണ് ആപ്പ് ഉപയോഗിച്ച് പേ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലാണ് ക്യാഷ് ഇരുന്നത്. നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലായിരുന്നു ക്യാഷ് ഇരുന്നത്. അതുകാരണമാണ് ഞാൻ പിന്നെ ക്യൂ നിന്ന് തന്നെ ബില്ലടച്ചത്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ UPIയിലോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടോ നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളിയൊക്കെ ആയിട്ടാണ് സാധനം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഒരു കവർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്താണ് നമ്മുടെ ടെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കണേ. പിന്നെ ഒരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് വേറൊരു ചെറിയൊരു ഹോൾ പോലെ ഉണ്ട്. ആ ഹുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. ഇതാണ് അതിൻ്റെ സ്റ്റിക്ക്. ബാക്കി നമുക്ക് ഈ കുറ്റി അടിക്കാനായിട്ട് ഇവിടെ അഴിച്ചിട്ട് സെറ്റ് ചെയ്ത് നോക്കാം. പാക്കിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ സംഭവം അഴിച്ചെടുക്കാനൊക്കെ നല്ല സുഖം. തിരിച്ച് മടക്കി വെക്കാനായിട്ട് നല്ല പാടായിരിക്കും. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ട്. 3 പേർക്ക് കിടക്കാം. അത്യാവശ്യം സൈസുള്ളവരാണെങ്കിൽ 3 പേര് കിടക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 2 പേരൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിട്ട് നല്ല കംഫർട്ടബിളായിട്ട് കിടക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ മാനുവൽ നോക്കിയിട്ടൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഇത് സെറ്റിംഗ് ഒക്കെ എളുപ്പമാണ്. ഞാൻ എൻ്റെ യൂട്യൂബിലൊക്കെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായി. സെറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഈ സ്റ്റിക്കെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഫുൾ ലെങ്ത് ആക്കി എടുക്കുക. നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആയി. നമ്മുടെ ടെൻറ്റിൻ്റെ മെയിൻ പാർട്ടായ ആ സ്റ്റിക്ക് രണ്ടും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്കിതിൻ്റെ അകത്ത ഇന്നർ കവർ ഇതിൽ ഒരു ചെറിയ പോലെ ഹുക്കുണ്ട്, ആ ഹുക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഹുക്കുകൾ ഓരോന്നായിട്ട് കണക്ട് ചെയ്യാം. ഇതിവിടെ വർക്ക് ചെയ്യണ നിഖിൽ എന്ന് പറഞ്ഞൊരു ബ്രോയാണ്. ആ പുള്ളിയാണ് നമുക്ക് ടെൻറ്റിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പുള്ളിക്ക് ആദ്യം നമ്മുടെ കൂടെ ഒന്ന് ചെയ്തു തരാൻ പറ്റില്ല, അവിടെ തിരക്കായിരുന്ന കാരണം. അപ്പോൾ പുള്ളി ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ആവശ്യം എന്തെങ്കിലും വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ആൾ. അപ്പോൾ ഇത് കണ്ട് ഈ സംഭവം കണ്ടോ, ഇതിൻ്റെ കവർ ഇട്ടിട്ട് അതിൽ ഹുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ടെൻറ്റൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നർ കവർ ആണ് ആദ്യം ഇട്ടത്. നമ്മളെ കൊതുകും കാര്യങ്ങളൊക്കെ ആയിരുന്നു, മൊസ്കിറ്റോ നെറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇതാണ് അതിൻ്റെ വാട്ടർ പ്രൂഫ് റെയിൻ കവർ കാര്യങ്ങൾ, അതാണ് അതിൻ്റെ ഏറ്റവും പുറത്ത് വരുന്നത്. ഇതിൻ്റെ അകത്തൊരു ചെറിയ വാതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 കവറിനുണ്ട്, ആദ്യത്തെ കവറിനുണ്ട്, നമ്മുടെ ഈ കവറിനുണ്ട്. രണ്ടിനും വാതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ടെൻറ്റിൻ്റെ ഡോറ്. സിബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അകത്തെ കവറും അകത്തെ ആ ഡോറിൻ്റെ ഇതും കുറച്ച് തുറന്ന് നടക്കുന്നുണ്ട്. 3 പേർക്ക് കിടക്കാമെന്ന്. അതാണ് ഞാനും ആദ്യം പറഞ്ഞത്. 3 പേർക്കാണെങ്കിൽ വലിയ സൈസുള്ളവരാണെങ്കിൽ കിടക്കാൻ പാടായിരിക്കും. 2 പേരൊക്കെ ഉള്ളെങ്കിൽ 3 പേര് സൈസ് കുറവുള്ളവരാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ 2 പേർക്ക് പറ്റുള്ളൂ. അപ്പോൾ ടെൻറ്റ് സെറ്റ് ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ. ഇത്രേ ഉള്ളൂ. നമ്മൾ ടെൻറ്റ് വാങ്ങിച്ചു, സെറ്റ് ചെയ്തു, ഓക്കെയാണ്. ടെൻറ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത് നമ്മൾ കുറച്ച് എവിടെയെങ്കിലും പോയി കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. രാത്രി ടെൻറ്റ് അടിച്ച് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തൊരു വീഡിയോ അവിടെ തന്നെ പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ സെറ്റ് ചെയ്തതുപോലെ തന്നെ സാധനം ഒന്ന് തിരിച്ച് സെറ്റ് ചെയ്ത് മടക്കി എടുക്കണം. മടക്കിയെടുക്കാൻ നല്ല പാടാണ്. ബാക്കി ഇത് അഴിച്ചെടുക്കാനൊന്നും പാടില്ല കേട്ടോ. ഈ കവറൊന്നും മടക്കി പഴയതുപോലെ ആക്കാനാണ് പാട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തികച്ചും പുതുമയാർന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വീഡിയോയുടെ വീഡിയോ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തൊന്ന് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.